ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായ ഔഷധ ഗുണങ്ങളുള്ള ചായമൻസ എന്നറിയപ്പെടുന്ന ഈ ഒരു ഇല വെച്ചുകൊണ്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പം ചീരയുടെ രാജാവ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. നമ്മൾ തൊടിയിലൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ടാവും, പക്ഷേ അധികം ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഈ തോരൻ വെക്കണമെന്ന് നോക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അവൻ്റെ മുന്നായിട്ട് ഞാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിവിടെ കുറച്ച് പൊട്ടിച്ച് വട വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇല ഇങ്ങനെയാണ് ഇരിക്കണത്. നമ്മുടെ കപ്പൻ്റെയും അതുപോലെ തന്നെ പപ്പായൻ്റെ ഒക്കെ ഇലൻ്റെ ഏകദേശം ഒരു സാദൃശ്യമുള്ളൊരു ഇല തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതൊന്ന് കഴുകിങ്ങാണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുറന്ന് പോയിക്കോട്ടെ. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഒരുക്കി വെക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 3 ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള ഒരു പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. തോരന് എപ്പോഴും വെളിച്ചെണ്ണ എടുക്കുകയാണ് നല്ലത്. ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്ന് പരിപ്പ് തോരനിടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. കനം കുറച്ച് അരിഞ്ഞതാണ്. ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചായമൻസയുടെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കണില്ല കേട്ടോ. അടച്ച് വെച്ചാൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മളിത് അടച്ച് വെക്കാത്തത്. അതുപോലെ തന്നെ നമ്മളിത് കുക്ക് ചെയ്യുന്ന ടൈമിൽ അലുമിനിയം പാത്രം എടുക്കാൻ പാടില്ല. ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയോ അതുപോലെ മൺചട്ടിയോ ഒക്കെയാണ് നമ്മൾ ഇതിന് എടുക്കാറ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും വളരെ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇലകളിലാവും പെട്ടെന്ന് ഉപ്പ് ഏറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഉപ്പ് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കാം. അപ്പോൾ ഇതിന് നല്ല വേവുണ്ട് കേട്ടോ. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഇല നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമൊക്കെ വളരെ പെട്ടെന്ന് ആക്കുന്നതിനുകൊണ്ട് തന്നെ ഓർമ്മശക്തിക്കൊക്കെ വളരെ നല്ലൊരു ഔഷധമാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഓർമ്മശക്തിയൊക്കെ വർദ്ധിക്കണതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം നമ്മൾ നാരങ്ങനീരും കറുവാപ്പട്ടയും ഗ്രാമ്പും തേനും കൂടി ചേർത്തുങ്ങാണ്ട് കഴിച്ചാൽ തടി കുറയും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ചിലേറെ 10 മടങ്ങ് വൈറ്റമിൻ സി ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തോരന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഇല ഗർഭിണികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ വിളർച്ച മാറാനും അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും പ്രമേഹമുള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഔഷധ ഗുണങ്ങൾ ഫുള്ളായിട്ട് അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി ചേർക്കുന്നുണ്ട്. വേണ്ടവർക്ക് പോയി വായിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും. അതുവരേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.